ബന്ധങ്ങളിൽ കരയുന്നവരും കരയിപ്പിക്കുന്നവരും ഏറെയാണ്. കരയിപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോടാണ് ഈ കരയുന്നവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുള്ളത്. കരച്ചിൽ കണ്ടു മടുത്തു, കരച്ചിലാണ് ഇവരുടെ മെയിൻ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും ചില കാര്യങ്ങൾ അറിയാതെ പോകരുത്. ഓരോ തവണ കരയുമ്പോഴും ഇവർക്ക് ചില ബോണസുകൾ ലഭിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് തന്നെ ആശ്വാസം കണ്ടെത്താൻ കഴിയുമെന്നൊരു തോന്നലും അതിനോടൊപ്പം അവർ സ്ട്രോങ് ആകും. പുതിയ ചില തീരുമാനങ്ങൾക്ക് അവർ തുടക്കം കുറിക്കുകയും ചെയ്യും. ഒരു നാളിൽ അവർ വിചാരിക്കും, എന്തിന് ഇത്രമാത്രം കരയുന്നു? ഓരോ തവണ കരഞ്ഞപ്പോഴും കാണാൻ ആളുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ മടുപ്പാണ് ഞാൻ സമ്മാനിച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ ഞാൻ കൂടുതൽ ബോൾഡായിരിക്കുകയാണ്. ഇനി എന്തിന് ഈ ബന്ധത്തിൽ നിൽക്കണം? പിന്നെ കരഞ്ഞു തുടങ്ങുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ചില സ്നേഹത്തിന് വേണ്ടി, ചില ആശ്വാസങ്ങൾക്ക് വേണ്ടി ഒക്കെ ആയിരിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടാവുക, യാചിച്ചിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് മടുപ്പായി തോന്നി. നമ്മൾ അകലം പാലിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് നമ്മൾ കരയുമ്പോൾ ആരും ഉണ്ടാവില്ലെന്നേ കൂടെ ആ ഒരു കരച്ചിൽ കാണാനൊക്കെ. പ്രിയപ്പെട്ടവരെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. അവർക്ക് വേണ്ടി സമയം നൽകുക, ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അവരുടെ കരച്ചിൽ കണ്ടു മടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവർ കരഞ്ഞു പോകും. ആ കരച്ചില് നമ്മളാണ് കൂടുതലായി അവർക്ക് സമ്മാനിക്കുന്നതെങ്കിൽ പേടിക്കുക, കരുതലോടെ ഇരിക്കുക.